പ്രതീക്ഷിച്ച സമയത്ത് പ്രാർത്ഥനയുടെ മറുപടി വരാതിരിക്കുമ്പോഴുള്ള ഒരു വേദനയുണ്ടല്ലോ, ഒരു നിന്ന. ആ തക്കം നോക്കി പിശാച് നമ്മളെ നിന്ദിക്കാൻ ആളുകളെ എഴുന്നേൽപ്പിക്കും. ഒരു വലിയ പ്രശ്നമാണ്. പ്രാർത്ഥനയുടെ മറുപടി വരാതിരിക്കുമ്പോൾ പിശാച് നിന്ദയുമായി എഴുന്നേൽക്കുക. നിന്റെ ദൈവം എവിടെ? എന്താ നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്തത്? എന്താ നീ പ്രസംഗിച്ചിട്ടും നീ തന്നെ പലരോട് പറഞ്ഞിട്ടും നിന്റെ വിഷയത്തിന് നീക്കമില്ലാതിരിക്കുന്നത്? ഈ ചോദ്യം നേരിടുന്നവരായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് മറുപടി തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് സംസാരിക്കുന്ന ആലോചന, ആരൊക്കെ നിന്ദിച്ച് ആരൊക്കെ പരിഹസിച്ചാലും കർത്താവ് നിങ്ങളുടെ നിന്നയെ ഉരുട്ടിക്കളയുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളുടെ നിന്നയെ ഉരുട്ടിക്കളയും. ദീർഘവർഷങ്ങളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെ ഫറവോയുടെ അടിമത്തത്തിന്റെ നിന്ന ചുമന്നത്. ഹല്ലേലൂയ. എന്നാൽ യോശുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ യോർദാൻ കടന്ന് ബേഥേലിലെ അവര് വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദൈവം യോശുവയോട് പറയുകയാണ്, നീ ഇസ്രായേൽ ജനത്തിന്റെ പുരുഷ പ്രജയൊക്കെ പരിച്ഛേദന ചെയ്യണം. പരിച്ഛേദന ചെയ്ത് ദൈവത്തിന്റെ അടയാളം അവരുടെ ശരീരത്തിൽ, അവരുടെ ദൈവത്തിന്റെ മാർക്ക് അടയാളം അവരുടെ ശരീരത്തിൽ ഇടുമ്പോൾ മിസ്രയീമിന്റെ നിന്ന ഞാൻ ഉരുട്ടിക്കളയും. ഹല്ലേലൂയ. അതുവരെ നിങ്ങൾ അനുഭവിച്ച നിന്നയെ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉരുട്ടിക്കളയും. യോശുവയുടെ പുസ്തകം 5-ാം വാക്യം എഴുതിയിരിക്കുന്നു, യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ അല്ലെങ്കിൽ ഉരുൾ എന്ന് പേർ പറഞ്ഞു വരുന്നു. ദൈവം നിന്നയെ അകറ്റിക്കളയും. പരിശുദ്ധാത്മാവ് ഈ ആലോചന പറയുമ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്, നിങ്ങളുടെ നിന്നയെ, വർഷങ്ങളായി വഹിച്ച, കാലങ്ങളായി നിങ്ങൾ പേറിയ നിന്നയെ കർത്താവ് ഉരുട്ടിക്കളയാൻ പോകുകയാണ്. കർത്താവ് ഉരുട്ടിക്കളയാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ആയിരിക്കാം ദൈവം കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനായിട്ടും തീരുമാനങ്ങൾ എടുക്കാനായിട്ടും ദൈവത്തിന്റെ പ്രമാണങ്ങളിലേക്ക്. ദൈവം എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുകയും അവന്റെ വാഗ്ദാനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പ്രമാണം ഒന്നുകൂടെ നമ്മളോട് ഉറപ്പിക്കും. ആ വചനം ഒന്നുകൂടെ ഉറപ്പിച്ചു തരുമ്പോൾ ഓർത്തോണം, വാഗ്ദത്വം അടുത്തു. ഹല്ലേലൂയ. അബ്രഹാമിന് വാഗ്ദത്വം നിവർത്തിച്ചു കൊടുക്കാനുള്ള സമയമായപ്പോഴേക്കും ദൈവം എന്ത് ചെയ്തു? ഒന്നുകൂടെ വന്ന് ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ എന്റെ മുമ്പേ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നീ നിഷ്കളങ്കനായിരിക്കുക എന്ന് നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് പറഞ്ഞതിന്റെ കാര്യം എന്നറിയാമോ? ഇത് വാഗ്ദത്തം നിവർത്തിക്കാനായ സമയം വന്നിരിക്കുന്നു, അതുകൊണ്ട് നീ നിഷ്കളങ്കനായിരിക്കുക. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോഴാണ് നിങ്ങളുടെ ശുദ്ധീകരണത്തിനെ കുറിച്ചുള്ള ദൂത് പരിശുദ്ധാത്മാവ് തരുന്നത്. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, വാഗ്ദത്തം അടുത്തു. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കുക എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അറിയാം? അടുത്ത വർഷം ആ തലമുറ ലഭിക്കുന്നത്. ഇത് തന്നെയല്ലേ യോർദാൻ കടക്കാനായിട്ട് ഇസ്രായേൽ ജനം 40 വർഷമായുള്ള അവരുടെ അടിമത്തത്തിന്റെ യാത്ര അവസാനിപ്പിച്ച് കയറാനുള്ള യോർദാന്റെ വാതിൽക്കൽ വന്നിക്കുക. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം. യോർദാന്റെ വാതിൽക്കൽ വന്നിക്കുക. യോർദാൻ കടന്നാൽ കനാനായി. അവിടെ വെച്ച് ദൈവം പറയാണ്, നീ ഈ ജനത്തെ വിളിച്ചു കൂട്ടി ശുദ്ധീകരിക്കണം. നാളെ ഞാൻ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അപ്പൊ നാളെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ഇന്ന് ശുദ്ധീകരിക്കണം. അപ്പൊ ശുദ്ധീകരണം എവിടെല്ലാം വരുന്നോ അവിടെ ഓർത്തോളം ഒരു അത്ഭുതം പുറകെ വരുന്നുണ്ട്, ഒരു വിടുതൽ പുറകെ വരുന്നുണ്ട്. ഇന്ന് വരെ കാണാത്ത യോർദാനൊക്കെ 2ആയി മാറാൻ പോകുകയാണ്. പ്രമാണം ഈ യോർദാനിലേക്ക് കടക്കുമ്പോഴും നമ്മൾ ഓർത്തോണം, ഒരു കൽപ്പനയോടുകൂടിയോ വടി നീട്ടിയോ അല്ല അവർ യോർദാൻ കടക്കുന്നത്. അവർ യോർദാൻ കടന്നത് ദൈവത്തിന്റെ പ്രമാണം, നിയമപുസ്തകമുള്ള പെട്ടകം എടുത്തുകൊണ്ട്, കൽപ്പനയുള്ള പെട്ടകം ചുമന്നുകൊണ്ട് പോയപ്പോഴാണ് യോർദാൻ 2ആയത്. പ്രമാണം, ദൈവത്തിന്റെ ആലോചന തരിക. നീ മനസ്സാന്തരപ്പെടണം, നീ രൂപാന്തരപ്പെടണം, നീ വിശുദ്ധീകരിക്കണം, രക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകണം, നീ ദൈവത്തിന്റെ നീതീകരണത്തിലേക്ക് വരണം എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ എന്താണെന്നറിയോ? വാഗ്ദത്തം സമീപിച്ചു, വിടുതൽ അടുത്ത് നിൽക്കുക. പലരുടെയും ജീവിതത്തിൽ വിടുതലിന്റെ അടുക്കലാകുമ്പോൾ പിന്മാറിപ്പോകുന്നതിന് കാരണം ചില കാര്യങ്ങൾ ഹാർഡായിട്ട് തോന്നും, ചിലത് കട്ടിയായിട്ട് തോന്നും, രൂപാന്തരപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സമർപ്പിക്കാൻ പറ്റുന്നില്ല. ഇന്നത് മാറ്റിക്കോ. കർത്താവ് നമ്മെ ഒന്ന് ശുദ്ധീകരിച്ച് രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന എന്തിനാണെന്നറിയാമോ? വാഗ്ദത്തം അടുത്തിരിക്കുന്നു, വിടുതൽ അടുത്തിരിക്കുന്നു. ആമേൻ. അത് വിശ്വസിക്കുക. നിന്നെ ഉരുട്ടിക്കളയുന്ന കർത്താവ് പറഞ്ഞത്.
ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ ബിലെയാം ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് വന്നതാണ് ബിലെയാം. എന്നെ സംഭവിച്ചെന്നറിയാമോ? അവൻ പറയാണ്, ഇത് ദൈവം അനുഗ്രഹിച്ച ജനമാണ്, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കതിനെ മറിച്ചുകൂടാ. ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ദൈവം അനുഗ്രഹിച്ചവനെ ഞാൻ എങ്ങനെ പ്രാകും? യഹോവ പ്രാകാത്തവനെ എങ്ങനെ പ്രാകും? ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ പ്രമാണത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ ശപിക്കുവാനും പ്രാകുവാനും എന്താ പറയുന്നത്, നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യാനും ആഭിചാരം ചെയ്യാനും, നിങ്ങളുടെ ഭൗതിക നന്മകളോ നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ തലമുറയുടെ ഭാവിയോ നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലോ ഒന്നും തടയാൻ ഒരു മന്ത്രവാദത്തിനും കഴിയത്തില്ല. ആമേൻ. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഒരു മന്ത്രവാദ ശക്തികൾക്കും ശേഷിയില്ല. കാരണം ഒരു പ്രമാണം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഇവിടെ ബിലെയാം ആകുന്ന നോക്കിയിട്ട് ഒരു ആഭിചാരവും നടക്കുന്നില്ല, മന്ത്രവാദവും നടക്കുന്നില്ല. തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നിങ്ങൾ വിശ്വസിക്ക്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ കർത്താവിനോട് പറ്റി നിന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയമായി. ഹല്ലേലൂയ. യോശുവയോടും പറയാണ്, പരിച്ഛേദങ്ങളുടെ പ്രമാണം അനുസരിച്ചോ, ഇതാ നിന്ന ഞാൻ ഉരുട്ടിക്കളയാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നാളുകളായുള്ള ചോദ്യങ്ങളുടെ മറുപടി ഇതാ ഒരു പ്രമാണം, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുമ്പോൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. യാക്കോബ് ഇങ്ങനെ തിരിച്ച് അവന്റെ രാജ്യത്തിലേക്ക്, നാട്ടിലേക്ക് വരുമ്പോൾ അവൻ യാബോക്ക് കടലിന്റെ അവിടെ വെച്ച് ദൈവത്തിന്റെ ദൂതനുമായി മൽപ്പിടുത്തം നടത്തുക. ഒടുവിൽ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ വെച്ച് അവന്റെ പേര് മാറ്റി ഒരു ഉടമ്പടി ചെയ്തു. ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുന്നവരെ ആളുകൾ എപ്പോഴും ഓർത്തോണം, അവര് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വഴി അതാ. അനുഗ്രഹം തുടങ്ങുക. ദൈവാനുഗ്രഹം നിലനിൽക്കണമോ, ദൈവത്തോട് പറ്റി നിൽക്കുക, ഉടമ്പടി എടുക്കുക, തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പറയാനുള്ള ദൂത് അതാണ്. നിന്നെ ദൈവം ഉരുട്ടിക്കളയാൻ പോവുക. ദൈവം മാറ്റും. ചേർന്ന് നിന്നു, പ്രമാണത്തോട് ചേർന്ന് നിന്നു, കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിന്നു, ദൈവം നിന്നെ ഉരുട്ടിക്കളയും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവർ നാളുകൾ അനുഭവിക്കുന്ന എല്ലാ നിന്നയും യേശുവിന്റെ നാമത്തിൽ ഉരുട്ടിക്കളയുന്ന സ്ഥലമായി ഈ സ്ഥലങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മക്കളുടെ കുടുംബത്തിന് മേലുള്ള ശാപത്തിന്റെ കർത്താവെ, അത് ഏത് ജനിച്ച കുടുംബമാണെങ്കിലും, കർത്താവെ താമസിക്കുന്ന ഭവനമാണെങ്കിലും, കർത്താവെ നിന്റെ മക്കളുടെ ഏതൊക്കെ വിഷയത്തിൽ അനേകർ ശപിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്, ആ വിഷയത്തിലെല്ലാം ദൈവം അവിടെ നിന്നെ ഉരുട്ടിക്കളയുന്നതിനായി സ്തോത്രം. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചെടുത്ത് എന്റെ ദൈവം ഇഷ്ടമുള്ളത് ചെയ്യുന്നത് പറയാൻ തക്കവണ്ണം മക്കളെ ധൈര്യം നൽകണമേ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്നെ ഉരുട്ടിക്കളയും, അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ചെയ്യട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ചു പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.